I'm Joe. I'm Josh. I'm Sarah. I am Angela. ഹോളി വീക്കിലെ ലെൻഡിൽ ചാലഞ്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാരെ, കഴിഞ്ഞ 38 എപ്പിസോഡുകളിൽ നമ്മൾ 38 വിശുദ്ധരെ പരിചയപ്പെട്ടു. ഇന്ന് നമുക്കൊരു പുതിയ വിശുദ്ധനെ പരിചയപ്പെട്ടാലോ? സെയിൻസ് കോർണർ. Yes. നമുക്ക് പോകാം. ലെൻഡൻ ചലഞ്ചിൻ്റെ സെയിൻസ് കോർണർ സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയെ പരിചയപ്പെടാം. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി പള്ളോട്ടൈൻ സഭ എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ, വൈദികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഭ സ്ഥാപിച്ച വൈദികനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെറുപ്പം തൊട്ടേ നല്ല ഭക്തിയിൽ വളർന്നു വന്നായിരുന്നു. അപ്പം അമ്മയുടെ കൂടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. വിശുദ്ധ കുർബാനയോട് ഭയങ്കര ഭക്തിയായിരുന്നു. അതിലുപരി മാതാവിനോട് ജപമാല ധാരാളം ചൊല്ലുമായിരുന്നു. അപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ നിങ്ങൾ ഡെയിലി കുർബാനയ്ക്കൊക്കെ പോകത്തില്ലേ? ഡെയിലി പോകാറില്ലേ? ഡെയിലി കുർബാന കഴിഞ്ഞ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു കുർബാന കൂടും. അത് കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരങ്ങളിൽ കുർബാന ഉണ്ടെങ്കിൽ വേഗം സ്കൂളിൽ നിന്ന് വന്നിട്ട്, അപ്പോൾ അത്രയ്ക്കൊരു തീക്ഷ്ണതയുള്ള ആളായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ ഉള്ള അതേ തീക്ഷ്ണത വലുതായി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ സഭയൊക്കെ സ്ഥാപിച്ച്, അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, ഈ നമ്മൾ ഒരിക്കലും മടുപ്പ് കൂടാതെ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കണം, ഒരു മടുപ്പുമില്ലാതെ മറ്റുള്ളവർക്ക് ഈശോയെ പരിചയപ്പെടുത്തണം എന്ന് പറയും. അങ്ങനെ സഭയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഈ അവിടെയുള്ള സെമിനാരിയിലുണ്ടായിരുന്ന പുതുതായിട്ട് വരുന്ന സെമിനാരിയൻസിനെ കുറേ നല്ല കാര്യങ്ങൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ആരും ചെല്ലാത്ത ഇടങ്ങളിലേക്ക് ഇദ്ദേഹം പോകുമായിരുന്നു, അവരുടെ ഇടയിലേക്ക്. അപ്പം നമ്മൾ ജയിലിൽ കുറ്റവാളികളൊക്കെ ഉള്ള ജയിലില്ലേ, ജയിലിൽ ഉള്ളവരെ, അപ്പോൾ ജയിലിൽ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ വിൻസെൻ്റ് അച്ഛൻ വരുന്നത് നോക്കി ആളുകൾ കാത്തിരിക്കും. അങ്ങനെ ഒരു ദിവസം അന്ന് ഉച്ച കഴിഞ്ഞ് ജയിലിൽ പോകണം. അന്ന് രാവിലെ സെമിനാരിയിൽ ഒരു ബ്രദർ നോക്കുമ്പോൾ, ഒരു യുവ സന്യാസി നോക്കുന്ന ഉടനെ നമ്മൾ ഈ പേപ്പറൊക്കെ ഇല്ലേ, എഴുതുന്ന പേപ്പറൊക്കെ ഇല്ലേ, അപ്പോൾ ഈ പേപ്പറിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, അപ്പം കുറച്ച് ഭാഗം എഴുതാത്ത കുറച്ച് പേപ്പറുണ്ട്. അപ്പോൾ പുള്ളി എന്തോ ഇതിങ്ങനെ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അങ്ങ് ഇടും. അപ്പോൾ വിൻസെൻ്റ് അച്ഛൻ വിളിക്കും, ബ്രദറിങ് വരാൻ പറയും, ആ പേപ്പറിങ് എടുക്കാൻ പറയും. വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കളഞ്ഞ പേപ്പർ കഷ്ണങ്ങളെല്ലാം പറക്കിയെടുത്തിട്ട് അച്ഛനിതിങ്ങനെ കൈകൊണ്ട് തൂത്ത് നിവർത്തി ഒരു കയ്യിലെടുക്കും. എന്ന് പറയും, ഇതുകൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയും. അന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛൻ ഈ ജയിലിലുള്ള ആളുകളെ കാണാൻ പോകുന്ന സമയത്ത് ഈ കുഞ്ഞ് അച്ഛനെയും കൂടെ വിളിച്ചു. എന്നിട്ട് ഈ പേപ്പറും എടുത്ത്, അപ്പോൾ അച്ഛൻ ചോദിച്ചു, അച്ഛൻ ഈ പേപ്പർ എന്തിനാ? അതൊക്കെ ഉണ്ട്, വാ എന്ന് പറയും. പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് കടയിൽ കയറി ഈ പേപ്പർ കൊടുത്തിട്ട് പറയും, ഈ പേപ്പർ എടുത്തിട്ട് അതിനുള്ള മിഠായി തരാൻ പറയും. അപ്പോൾ ഈ കൊച്ചച്ഛനൊന്നും മനസ്സിലാവുന്നില്ല, വിൻസെൻ്റ് അച്ഛൻ എന്തായി ചെയ്യുന്നത്. അങ്ങനെ ആ പേപ്പർ കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ട് മിഠായി മേടിച്ച് അദ്ദേഹം ജുബയുടെ പോക്കറ്റിലൊക്കെ ഇട്ട് ഇവർ പോവും. ജയിലിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അച്ഛന്മാരെ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളവിടെ, ഒരു കുറ്റവാളി ആര് വന്നാലും അയാളും മോശം വാക്കുകളൊക്കെ പറഞ്ഞ് തെറി പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. അപ്പോൾ ഇവർ വിസിറ്റേഴ്സിൻ്റെ ഇവർക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അകത്ത് കിടന്നപ്പോഴത്തേക്ക് ഈ സെല്ലിൽ കിടക്കുന്ന ഇയാൾ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി, മോശം വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് വിൻസെൻ്റ് അച്ഛൻ അടുത്തോട്ട് ചെന്ന് ഒരു മിഠായി പൊളിച്ച് ഇയാളുടെ വായിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് കവിളിൽ ഇങ്ങനെ തട്ടി കഴിച്ചോ എന്ന് പറയാം. പെട്ടെന്ന് അയാൾ, ഈ അച്ഛൻ ഇങ്ങനെ ചെന്നു മിഠായി പൊളിച്ച് വായിലേക്ക് ഇട്ട് കവിളിലൊക്കെ തട്ടി കഴിച്ചോ എന്ന് സ്നേഹത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഈ ദേഷ്യമൊക്കെ മറിഞ്ഞ് തെറിവിളിയൊക്കെ നിർത്തി. അപ്പോഴത്തേക്ക് ഈ കൊച്ചച്ഛൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് വിൻസെൻ്റ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ വിൻസെൻ്റ് അച്ഛൻ പറയും, നമ്മളിങ്ങനെ വേസ്റ്റ് എന്ന് വിചാരിച്ച് കളയുന്നതിൽ പോലും പല കാര്യങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ആശ്രമത്തിലുള്ളവരെ പരിശീലിപ്പിക്കാനും ലാളിത്യത്തിൽ ജീവിക്കാനും അതിലുപരി നമുക്ക് കിട്ടുന്ന എല്ലാം മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവയ്ക്കാനുള്ള വഴികളായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരുപാട് ശ്രദ്ധിച്ചിരുന്നൊരു വ്യക്തിയാണ് വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി. നമുക്കറിയാം, നമ്മളിന്ന് ഒത്തിരി ചിലപ്പോൾ നമ്മൾ പല സാധനങ്ങളും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പെൻസിലൊക്കെ എഴുതാനുണ്ടെങ്കിലും ഒരു പെൻസിൽ അങ്ങ് പകുതി കഴിഞ്ഞ് കുറച്ചുകൂടെ ഇനിയും വേണം എന്ന് പറയും പെൻസിൽ ഇല്ലേ. അല്ലെങ്കിൽ നമ്മൾ ചില സാധനങ്ങൾ കൊണ്ട് കളഞ്ഞിട്ട് പറയും, നിസ്സാരമായിട്ട് പറയാം എനിക്ക് ഇനി വേണം, പുതിയത് വേണം എന്ന് പറയും. നമ്മളിങ്ങനെ അശ്രദ്ധമായിട്ട് വേസ്റ്റ് ചെയ്യും പല സാധനങ്ങൾ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശീലമൊന്നും ഇല്ല, ശ്രദ്ധിക്കാറുണ്ടല്ലേ? വെരി ഗുഡ്, മിടുക്കി. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന കുഞ്ഞു കൂട്ടുകാർ കാണും. അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനെ വേസ്റ്റ് ചെയ്യാതെ ഇതെല്ലാം നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും ഓർക്കാം. കൂട്ടുകാരെ, ഇനി വചനം പഠിക്കാനുള്ള സമയമാണ്. കർത്താവ് വീട് പണിക്കാരുടെ അധ്വാനം വെറുതമാണ്.
കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്ന വ്രതം. സങ്കീർത്തനം 127:1. നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയാലോ. കർത്താവ് വീട് പണിയില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്ന വ്രതം. സങ്കീർത്തനം 127:1. കൂട്ടുകാരെ, നമുക്ക് ഇനി വിശുദ്ധ നാട്ടിലെ ഈശോ നടന്ന ഒരു പുതിയ സ്ഥലം കാണാൻ പോയാലോ? അപ്പൊ നമുക്ക് നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം. ഫുട് പ്രിന്റ്സ്. ഈശ്വരശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫുട് പ്രിന്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരും വലിയവരുമായ എല്ലാ ദൈവവിശ്വാസികൾക്കും തിരുക്കല്ലറ ദേവാലയത്തിലേക്ക് സ്വാഗതം. മക്കളെ, ആൻറ്റി ഇപ്പോൾ ഉള്ളത് തിരുക്കല്ലറ ദേവാലയത്തിൻ്റെ മുന്നിലാണ്. ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ നമ്മൾ പോകുന്നത് ഈശോയുടെ പീഡാനുഭവ കർമ്മങ്ങളുടെ അവസാന നിമിഷങ്ങളിലൂടെയായിരുന്നു. മക്കളെ, നമ്മളങ്ങനെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കഴിഞ്ഞ ദിവസം ഈശോ 3-ാം പ്രാവശ്യം വീണ 9-ാം സ്ഥലം വരെ എത്തി നിൽക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ നടന്നു ചെല്ലുന്നത് ഈശോയുടെ തിരുക്കല്ലറ ദേവാലയത്തിലേക്കാണ്. ചർച്ച് ഓഫ് സെപ്പൽക്കർ എന്ന തിരുക്കല്ലറ ദേവാലയം. സെപ്പൽക്കർ എന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. കല്ലറ എന്നാണ് ഇതിനർത്ഥം. തിരുക്കല്ലറയുടെ ദേവാലയം, ചർച്ച് ഓഫ് സെപ്പൽക്കർ. മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നു കയറുന്നത്. കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്ര കാൽവരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നത് മുതൽ ഈശോയുടെ തിരുവുത്ഥാനം വരെ നടന്ന അവസാന നിമിഷങ്ങളെല്ലാം ഈ ദേവാലയത്തിന് ഉള്ളിലാണ്. നമ്മളിപ്പോൾ കാണുന്നത് തിരുക്കല്ലറ ദേവാലയത്തിൻ്റെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വാതിലാണ്. ഈ വാതിലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ വാതിലിൻ്റെ പൂട്ട് പോലും ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൂട്ടാണ്. ഈ വാതിൽ രാവിലെ തുറക്കാനും വൈകുന്നേരം അടയ്ക്കാനും 2 മുസ്ലിം ഫാമിലികൾക്കാണ് അവകാശം. നമ്മളിപ്പോൾ നടന്നു കയറുന്നത് കാൽവരിയുടെ പടികളാണ്. ഇന്ന് നമുക്കിവിടെ നടന്നു കയറാൻ പടികളുണ്ട്. മക്കളെ, കാൽവരിയുടെയൊക്കെ സ്ഥാനനിർണയം നടന്നത് ഒരുപാട് തവണ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നതിന് ശേഷമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. പല പ്രാവശ്യം ജെറുസലേം തകർക്കപ്പെട്ടു, പല പ്രാവശ്യം പുനരുദ്ധാരണം നടന്നു, പല ഭൂകമ്പങ്ങളിൽ ജെറുസലേം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെയൊക്കെ ഭൂകമ്പങ്ങളിലും നശിപ്പിക്കപ്പെടലിലുമൊക്കെ അകപ്പെട്ടു പോയ കാൽവരി, ഒരു കുരിശ് എത്ര വേഗത്തിൽ തെറിച്ചു പോകാം എന്നുള്ളതൊക്കെ കണക്കിലെടുത്താണ് കാൽവരിയുടെ സ്ഥാനം നിർണയിച്ചത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ സെയിന്റ് ഹെലനാണ് ഈശോയുടെ കുരിശ് കണ്ടെത്തിയത്. ഈശോയുടെ കുരിശ് കണ്ടെത്തിയ സ്ഥലം നമ്മളിപ്പോൾ കാണുന്ന ഈ കാൽവരിയുടെ തൊട്ട് താഴെയുണ്ട്. ആ കുരിശ് കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരം മാറിയായിരിക്കാം ആ കുരിശ് നാട്ടപ്പെട്ടതെന്ന ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാൽവരിയുടെ സ്ഥാനം. മക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന ഭാഗമാണ്. ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തതും കുരിശിൽ തറച്ചതും എല്ലാം ഇവിടെ വെച്ചാണ്. മഹത്വത്തിന്റെ കാൽവരി, രക്ഷയുടെ കാൽവരി, ആ കാൽവരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ.
കുറ്റവാളികളായ മറ്റു 2 പേരെ കൂടെ അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ. മക്കളെ, കുരിശിൽ കിടന്നുകൊണ്ട് പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, തന്നെ ക്രൂശിച്ചവരോട്, തന്നെ വേദനിപ്പിച്ചവരോട് മനസ്സോടെ ക്ഷമിക്കുന്ന ഈശോ, തൻ്റെ ഒപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളിയായ കള്ളനെ പോലും മരണത്തിൻ്റെ നിമിഷത്തിൽ മാനസാന്തരപ്പെടുത്തിയ ഈശോ, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന് പറഞ്ഞ് നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്ന ഈശോ. മക്കളെ, ഈശോ കുരിശിൽ തൂങ്ങിയ കാൽവരി, നമുക്ക് രക്ഷയായ കാൽവരി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 44-ാം അധ്യായം. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. മക്കളെ, ഈശോയുടെ മരണസമയത്ത് കാൽവരിയുടെ പാറകൾ പിളർക്കപ്പെട്ടുവെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈശോയുടെ കുരിശിന് താഴെ മറിയവും മറ്റു സ്ത്രീകളും നിന്നിരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെയൊക്കെ അനുസ്മരിക്കുന്ന ചിത്രങ്ങളും രൂപങ്ങളുമൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. കാൽവരിയുടെ സ്ഥാനം നിർണയിച്ചതിന് ശേഷം പിളർക്കപ്പെട്ട പാറയും ഒക്കെ ഇവിടെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഈശോയുടെ കുരിശ് നാട്ടി നിന്ന ആ പാറയുടെ അടുത്താണ്. നിങ്ങൾക്കിവിടെ കാണാം പിളർക്കപ്പെട്ട പാറ. ഈശോയെ ഈ ലണ്ടൻ ചലഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന, ഫുട് പ്രിന്റ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാൽവരിയിൽ കുരിശിൻ്റെ താഴെ നിന്ന് പ്രാർത്ഥിക്കുന്നതെന്തും നമുക്ക് ഈശോ തരും. ഈശോയെ, ഈ കാഴ്ചകൾ കാണുന്ന എല്ലാ വിശ്വാസികളുടെയും എല്ലാ ദൈവമക്കളുടെയും ജീവിതങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണമേ എന്ന് ഈ കാൽവരിയുടെ കുരിശിന്റെ താഴെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈ കുരിശിന്റെ താഴെ കാൽവരിയുടെ പാറയിൽ നമുക്ക് സ്പർശിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. കാൽവരിയുടെ പാറയുടെ ഏറ്റവും അടുത്ത ദൃശ്യം ആൻറ്റി നിങ്ങളെ മാക്സിമം കാണിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ദ്വാരത്തിനുള്ളിൽ കൂടി നിങ്ങൾ നോക്കുമ്പോൾ കാൽവരിയുടെ പാറയാണ് കാണുന്നത്. ഫുട് പ്രിന്റ്സ് എന്ന ഈ പ്രോഗ്രാമിലൂടെ വിശുദ്ധ സ്ഥലങ്ങൾ വിശ്വാസികളെ, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളെ കാണിക്കുവാനായിട്ട് മനസ്സ് തോന്നിച്ച ഷാലോം ടിവിയെയും ഷാലോം ടിവിയുടെ അണിയറ പ്രവർത്തകരെയും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ നിയോഗം വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മൾ അങ്ങനെ ഈശോയുടെ മരണം വരെ എത്തി നിൽക്കുന്നു. ഇനി നമുക്ക് പോവാനുള്ളത് ഈശോയുടെ കല്ലറയിലേക്കാണ്. കല്ലറയിലേക്ക് സംസ്കരിക്കുന്നതിന് മുമ്പ് ഈശോയുടെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുകയും സുഗന്ധദ്രവ്യം പൂശുകയും ചെയ്ത ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കാൽവരിയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. നമുക്കിവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഈശോയെ സുഗന്ധദ്രവ്യം പൂശിയ പാറ കാണാം. അടുത്ത ദിവസം നമുക്ക് ഈശോയുടെ തിരുശരീരം സുഗന്ധദ്രവ്യം പൂശിയ കല്ലും ഈശോയുടെ തിരുക്കല്ലറയും കാണാം. എല്ലാ ദൈവമക്കളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ഫെയ്ത്ത് സ്റ്റോറിയിൽ ജോയിൻ ചെയ്യുന്നത് മീന ആൻറ്റിയാണ്. വെൽക്കം മീന ആൻറ്റി. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഈശോ നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു തരും അല്ലേ? ആൻറ്റിയുടെ ചെറുപ്പത്തിലെ ആൻറ്റി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ധ്യാനം കൂടാനായിട്ട് ഇടയായി. ആ ധ്യാനത്തിൽ വെച്ച് അച്ഛൻ പറഞ്ഞു തന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഒരു പാട്ടുകാരനെ കല്യാണം കഴിക്കണം, കാരണം പാട്ടൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ ഒരു ഈശോയെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ അറിയുന്ന ഒരാളായിരിക്കണം. അതിനുശേഷം ഞാനത് മറന്നുപോയി. പക്ഷേ എൻ്റെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് എനിക്ക് വന്ന ഒരാലോചന ഇത് തൊട്ടടുത്ത വീട്ടിലെ ചേട്ടായിയുടെ ആയിരുന്നു. അതുപോലെ തന്നെ അതൊരു പാട്ടുകാരനായിരുന്നു. അത് കൂടാതെ ഈശോയെ സ്നേഹിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുമായിരുന്നു. അപ്പോൾ അതാണ് ഈശോ ഇത്രയും നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ഈശോ മാനിക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ കല്യാണശേഷം ഞങ്ങൾ കൂടുതൽ ഈശോയെ അറിയാനും ഒക്കെ എനിക്കിടയായി. അതോടുകൂടി ഈശോ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള കൃപ നൽകി. അപ്പം അതിലൊരു ഡെലിവറിയുടെ സമയത്താണ് ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. കാരണം പരിശുദ്ധാത്മാവിനോട് അതുവരെ ആൻറ്റി അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഡെലിവറിയുടെ സമയത്ത് ഇങ്ങനെ ഡെലിവറി നടക്കുന്നില്ല, സമയം കഴിഞ്ഞു, ഡെലിവറി നടക്കേണ്ട സമയം കഴിഞ്ഞു, ഓപ്പറേഷനൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറൊക്കെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ആൻറ്റിക്കും ഭയങ്കര ഒരു ടെൻഷനായി. കാരണം ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ടൊന്നും ഡെലിവറി നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയോട് ഇങ്ങനെ ചോദിച്ചു, ഈശോ ഇതെന്താ ഇങ്ങനെ നടക്കാത്ത, ഡെലിവറി നടക്കാത്ത എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഓർമ്മ നൽകി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈശോയെ സോറി പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ പോലും എന്നെ കയറ്റിയില്ല. ഓപ്പറേഷൻ ഇങ്ങനെ പ്ലാനിങ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഡെലിവറി നടന്നു. ആ ഡെലിവറി നടന്നപ്പോഴാണ് ഡോക്ടറിന് പോലും മനസ്സിലായത് വാവയുടെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ട്, അംബിലിക്കൽ കോഡ്, അതുകൊണ്ടാണ് ഡെലിവറി വൈകിയെന്ന് പോലും. അപ്പോഴാണ് എനിക്ക് ആ അത്ഭുതം മനസ്സിലായത്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വലിയ അത്ഭുതം പ്രവർത്തിപ്പിക്കും. അതുപോലെ തന്നെ ഈശോ പരിശുദ്ധാത്മാവാണ് നമ്മളെ എല്ലായിടത്തും എപ്പോഴും സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അപ്പം അതിലൂടെ നമ്മൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഇടയാവും, ഈശോയുടെ അത്ഭുതങ്ങൾ കാണാൻ ഇടയാവും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പരിശുദ്ധാത്മാവിനോടും എപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും മാനിക്കുന്ന ഈശോയോടും എപ്പോഴും നമ്മൾക്ക് സ്നേഹമുള്ളവരായിരിക്കാം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കൂട്ടുകാരെ, ഇന്നത്തെ പേഴ്സണൽ ചലഞ്ച് ഇച്ചിരി വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട ഒരു സിസ്റ്ററിനെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് അവരുമായി സ്നേഹ സംഭാഷണം നടത്തുകയോ ചെയ്യുക. അത് അവർക്കും ഒരു സന്തോഷമായിരിക്കും. ഞാനും ഇന്ന് എന്നെ വേടപാടും പഠിപ്പിക്കുന്ന സിസ്റ്ററിനെ വിളിക്കും.
ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ലോകമെങ്ങുമുള്ള എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടിയാണ്. കണ്ണടക്കാം, കൈ കോർക്കാം. Sweetheart of Jesus that burns with love for me, inflame my heart to love you more. Sweetheart of Jesus. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നാളെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.